ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു 7 years ബാക്കിൽ ഞങ്ങളൊരു പാക്കേജ് ടൂർ പോയായിരുന്നു. ഭൂട്ടാനിലേക്കായിരുന്നു കേട്ടോ ഞങ്ങളുടെ യാത്ര. അന്ന് TTC ട്രാവൽസ് എന്ന ഏജൻസി വഴിയായിട്ടായിരുന്നു ഞങ്ങളൊന്ന് പോയത്. അന്നത്തെ ആ ഒരു കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒന്ന് റീകളക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോസ് ഒന്നും കിട്ടിയില്ല. സോ ഞാൻ ഫോട്ടോസ് നിങ്ങളൊന്ന് കാണിക്കണം, ഞങ്ങൾ പോയ സ്ഥലങ്ങളൊന്ന് നിങ്ങൾ കാണണം എന്നുദ്ദേശിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഫോട്ടോസ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഭൂട്ടാൻ ലൊക്കേറ്റ് ചെയ്യുന്നത് ഹിമാലയൻ റേഞ്ചസിലാണ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് ടിംഫു. ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോസിൽ കാണുന്ന ഭൂട്ടാനിലെ ഐക്കോണിക് ഡെസ്റ്റിനേഷനായ ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രി ആണ്, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് പാരത്തസ്ഥാൻ. ടൈഗേഴ്സ് നെസ്റ്റിന്റെ ഹൈറ്റ് വരുന്നത് 10,000 feet above sea level ആണ് ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ക്ലിഫ് സൈഡ് ഓഫ് പാരോ വാലി. ഞങ്ങൾക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ അന്നത്തെ ആ ഒരു ട്രക്കിംഗ്, ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രിക്ക് ഒരു ട്രക്കിംഗ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബിക്കോസ് 10,000 feet above sea level ആയിട്ട് കിടക്കുന്നു. ഞങ്ങൾക്ക് ഒട്ടും വിചാരിച്ചില്ല ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നോ, ഞങ്ങൾക്ക് തിരിച്ചങ്ങനെ ഇറങ്ങാൻ പറ്റുന്നോ. ഗൈഡ്സ് എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ഡീപ്രൊമോട്ട് ചെയ്തായിരുന്നു. ബിക്കോസ് ഭയങ്കര സ്റ്റീപ്പാണ്, ആക്സിഡൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ബട്ട് എന്നാൽ പോലും ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. നെക്സ്റ്റ് കാണുന്നത് ഡോച്ചില പാസ് ആണ്. ഇറ്റ് ഈസ് എ മൗണ്ടെയിൻ പാസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ടിംഫു ആൻഡ് പുനാക. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറെ സ്തൂപാസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. പിന്നെ ഭൂട്ടാൻ എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ബുദ്ധിസം എന്നാണല്ലോ അറിയപ്പെടുന്നത്. വളരെയധികം കെയർഫുൾ ആയിട്ടാണ് കേട്ടോ അവർ ടൂറിസം അവിടെ മാനേജ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് അത് പ്രൊട്ടക്ട് ചെയ്യണം. അവരുടെ നേച്ചർ, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ, അങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അവരെല്ലാം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധമാണ്. സോ ദാറ്റ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും അവിടെ ഭയങ്കര സ്ട്രിക്റ്റും ആണ്. നെക്സ്റ്റ് നിങ്ങൾ ഈ കാണുന്നത് പുനാക ഡിസം. ഇറ്റ് ഇസ് എ ബുദ്ധിസ്റ്റ് ടെമ്പിൾ. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ പുനാക വാലീസ്. അവിടെ ഒത്തിരി വാലീസ് ഉണ്ടല്ലോ. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഭയങ്കര സൈലൻസ് ആയിരിക്കണം നമ്മൾ. അവരുടെ പ്രേയേഴ്സ് മാത്രമായിരിക്കും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ പ്രേയറിംഗ് വീൽസിന്റെ ആ ഒരു സൗണ്ട്, അതൊക്കെ ഭയങ്കരമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണോ നമുക്ക് തരുന്നത്. ആ പ്രേയേഴ്സിന്റെ ഒക്കെ വീഡിയോസ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായതാന്നേ, മിസ്സായെല്ലാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്കിലും ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നെക്സ്റ്റ് നിങ്ങൾ ഇനി കാണുന്നത് പുനാക സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇതൊരു ലോങ് മെറ്റൽ ബ്രിഡ്ജ് ആണ് കേട്ടോ. അത് അതിൽ തന്നെ കുറെ ഇങ്ങനെ ബുദ്ധിസ്റ്റ് പ്രെയർ ഫ്ലാഗ്സ് ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, അവിടെ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ പ്രെയർ ഫ്ലാഗ്സ് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്താണ് കേട്ടോ. അന്ന് ഞങ്ങളുടെ ഒപ്പം എൻ്റെ ഒരു കസിനും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറബിൾ ആണ്. ഭൂട്ടാനിൽ ഒരു 8 days ആയിരുന്നു ഞങ്ങൾ അവിടെ. സോ ഇത്രയൊക്കെയാണ് ഭൂട്ടാനിൽ പോയ കുറച്ച് വിശേഷങ്ങൾ. യാത്രയുടെ വിശേഷങ്ങൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ തീരില്ലല്ലോ. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു ഓൾ.